ഹലോ ഗൈസ്, ടെക് ടൈലർ എരണിക്കൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. മനോഹരമായ കടലൊക്കെ കാണുന്നില്ലേ? അപ്പൊ നമുക്കിന്ന് മനോഹരമായ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് വന്നിട്ടുള്ള വീഡിയോന്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മള് ഷർട്ടിന്റെ ബോഡിയിൽ ഷോൾഡർ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് കാണിച്ചത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ്, ഫുൾ സ്ലീവ് ആണ് അടിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ലീവിന്റെ മാറും, ആ സ്ലീവ് എങ്ങനെയാണ് ബോഡിയിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതും കൂടിയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ കയ്യിന്റെ മാറ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കൈ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്ന വഴിയാണ്. 5 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. ഇതാണ് നമ്മുടെ സ്ലീവ്. ഇപ്പൊ ഇട്ടേക്കുന്നത് എങ്ങനെ അറിയോ? ഇതും ഉള്ളിൽ പോകുന്ന വശമാണ്, ഇത് ഉള്ളിൽ പോകുന്ന വശമാണ്. രണ്ട് നല്ല വശം കൂടി ഒപ്പട്ടേക്കുന്നത്. എന്നിട്ട് ഈ ചെറിയ പീസ് വരുന്നില്ല, ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ഇതിന്റെ ഈ പോയിന്റിൽ ഒരു ജസ്റ്റ് ഒരു 4 ഇഞ്ചിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 4 ഇഞ്ച് പോയിന്റിലും ഈ തെല്ലിനത് ജസ്റ്റ് മടക്കി നടിക്കുക. അങ്ങനെ മടക്കി അടിച്ചിട്ട് ഇതുണ്ടോ ഈ പോയിന്റിൽ കൊടുന്നിട്ട് ഇങ്ങനെ ഇടാം. എന്നിട്ട് അതേപോലെ മറ്റേ ഷർട്ടിന്റെ കൈയും ഇത് മറ്റേത് ഈ മറ്റേ കൈ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ കൈ എന്താ ചെയ്യണം? ഇവിടുന്ന് വരുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട്. ഒന്ന് വലതും ഒന്ന് ഇടതും അല്ലേ, അത് മാറില്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കൈയിലും ഇവിടെ കട്ടയിലെടുക്കുന്നുണ്ട്. നമ്മൾ സ്ലീവിന്റെ ഉൾവശം എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഈ മാറിന് കട്ട വെച്ച പീസിന്റെ ഇതേപോലെ ഉൾവശം മുകളിലൊക്കെ ആക്കിയിട്ട് തന്നെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു 4 ഇഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കട്ടിങ്ങിന്റെ നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് കെട്ടിട്ടിട്ട് എടുക്കുക. ഞാനത് കാണിച്ചു തരാം. ഇവിടെ കൊണ്ടുവന്ന് കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പീസ് ഇങ്ങോട്ട് മടക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കത്രികയായിട്ട് ഇവിടെ ജസ്റ്റ് ആ സ്റ്റിച്ചിന്റെ ജോയിന്റിന്റെ ഒരു പോയിന്റ് ഇപ്പോഴത്തെ വരെ ഒന്ന് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. കൈമാറ് എങ്ങനെ അടിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് ഈ പീസ് കൈമാറ് ഇങ്ങോട്ട് മറിച്ചിട്ട് ഇവിടെ നഖം കൊണ്ട് നല്ല ഒന്ന് പ്രസ് ചെയ്ത് വലിച്ച് അടിപൊളിയായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സാധനത ഇങ്ങോട്ടിടാം. കണ്ടില്ലേ, ഈ പീസ് ഇവിടെ എത്തി. എന്നിട്ട് ഇതിന്റെ തെല്ല് നമ്മളൊരു 4 ഇഞ്ചിൽ മടക്കി ഒന്ന് വരയ്ക്കുക. ഇത് കറക്റ്റ് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് കയറ്റിയിട്ട് ഈ തുമ്പില്ലേ ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് അടിക്കാൻ വെച്ചൊരു എളുപ്പമുണ്ടാവും. ഇനി ഇപ്പൊ നമ്മളിവിടെ അതിന്റെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ഈ ഫോൾഡ് എടുത്തിട്ട് ഈ ജോയിന്റിൽ വെച്ചിട്ട് നമ്മളെ ഈ ഇവിടുത്തെ ജോയിന്റ് ഉണ്ടല്ലോ അതിന്റെ കുറച്ച് മുകളിലെ ആയിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക. അതിൽ കെട്ടിട്ടിട്ട് നേരെ ഈ മൂല വരെ അടിച്ചെടുക്കും. അവിടെ ഒരു പോയിന്റ് കുത്തി നിർത്തി ഇപ്പൊ താഴോട്ട് കണ്ടോ ഒരുപാട് നീളമുണ്ടല്ലോ. ഇവിടെ നോർമലായിട്ട് നമുക്ക് 2 ഇഞ്ച് ഇട്ടാൽ മതി. ആ സ്റ്റിച്ചിൽ നിന്ന് താഴോട്ട് 2 ഇഞ്ച്. എന്നിട്ട് എന്ത് ചെയ്യാം? ആ 2 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ തുണി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കുക ഉള്ളിലോട്ട്. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും. ഇവിടെ ഒരു കോണ മോഡലാവും.
എന്നിട്ട് അടിച്ചെടുക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു കൈയിന്റെ മാറ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ഇങ്ങനെ വരും. ഇത് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇരിക്കും. നമ്മൾ കൈയിന്റെ മാറ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഒരു കൈയിന്റെ മാറ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ കൈയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ബോഡിയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കൈ തൽക്കാലം ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇത് ഏത് ഭാഗത്തെ കൈയാന്നുള്ളത് ശ്രദ്ധിക്കണം നമ്മൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ, ഒരു കൈ അറ്റാച്ച് ചെയ്യുമ്പോൾ. അപ്പൊ ഈ പീസില്ലേ, ഈ കട്ടിങ്, ഇത് നമ്മളെ കൈയിന്റെ ബാക്ക് സൈഡിലാണ് വരിക. അത് ബാക്ക് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഇടത് ഭാഗത്തെ സ്ലീവ് ആയിട്ടാണ് വരിക. അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തെ സ്ലീവ് ഇങ്ങനെയുള്ള കിടക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കട്ടിങ് ഇല്ലാത്ത ഭാഗമാണ് മുകളിൽ വരിക. അപ്പൊ ഇത് നമ്മൾ ബോഡിയുടെ പോക്കറ്റ് വരുന്ന സൈഡിലാണ് ഇത് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഈ റിഗാർഡ് കറക്റ്റ് ആണോ നേരം ചെക്ക് ചെയ്യുക. പോക്കറ്റ് വരുന്ന ഭാഗം ഇതാണ് പോക്കറ്റ് വരുന്ന ഭാഗം. ഈ ഭാഗത്തെ റിഗാർഡിന് ഇത് കറക്റ്റ് ആണോ കറക്റ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. വേണ്ടോ, ഇത് പഠിച്ചൊരു ഏകദേശം കറക്റ്റ് ആയിരിക്കും. ചെറിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. വേണ്ട, നമ്മൾ കട്ടിങ് തന്നെ അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ റിഗാർഡിന്റെ ഇവിടെ ജസ്റ്റ് നമ്മൾ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ സാധനം ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഷർട്ട് നിർത്തിയിടുന്ന്, ഷർട്ടിന്റെ സെന്റർ പോയിന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ പോയിന്റിലോട്ട് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് ഈ പീസിന്റെ സെന്റർ പോയിന്റ് വെക്കും. അപ്പോൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട്, 1/4 ഇഞ്ച് ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചാണ് വെച്ചേക്കുന്നുണ്ടോ. കൈ കൂടുതലാണ്, മുകളിലോട്ട് കയറിയിട്ടുണ്ട് 1/4 ഇഞ്ച്, 1/4 ഇഞ്ച് പോയിന്റ്. ആ പീസ് എന്നിട്ട് ഇതിനെ മുകളിലോട്ട് ബോഡിലോട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ആ മടക്കിന്റെ തെല്ലിന് ആണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. കുറച്ച് ടാസ്കുള്ള ഒരു പരിപാടിയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൈ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ ആ സ്റ്റിച്ച് കറക്റ്റ് ഏകദേശം വീതി കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് കുറച്ച് ഭാഗം പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. ചുളിവൊക്കെ വരാൻ സാധ്യതയുണ്ട് ബോഡി പീസിലും സ്ലീവിന്റെ പീസിലൊക്കെ. അപ്പം അതൊക്കെ നോക്കി ചുളിവില്ലാതെ മാക്സിമം പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ കൈ ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യരുത്. ഇതിപ്പോൾ നോർമലായിട്ട് സ്ലീവ് എത്തുന്നുണ്ട്, അപ്പോൾ അത് വലിച്ച് എത്തുന്നില്ലാണ്ടെങ്കിൽ ഇത് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷർട്ടിന്റെ ആ സ്ലീവ് അവിടെ പിന്നെ ചുളിഞ്ഞു കിടക്കും. റൗണ്ട് ഷേപ്പ് കട്ടിങ് ആകുമ്പോൾ വലിച്ചു കഴിഞ്ഞാൽ നീണ്ടു വരും. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചുളിഞ്ഞു കിടക്കും നമുക്ക്. ഇപ്പോൾ നമ്മൾ സെന്റർ നല്ല സ്റ്റാർട്ട് ചെയ്തേ. ഇനി അതേപോലെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ക്ലിയർ ചെയ്യുക, സെന്റർ വരെ അടിച്ചെടുക്കുക. സെന്ററിൽ നിന്ന് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ സെന്റർ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും സ്ലീവിന്റെ കൈ, ഷർട്ടിന്റെ കൈയിന്റെ. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും കൈ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്ലീവ് കോളർ ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ആ സെന്റർ പോയിന്റ് പ്രധാനമാണ്. കറക്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ 1/4 ഇഞ്ച് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, 1/4 ഇഞ്ച് പോയിന്റ്. അപ്പോൾ നമ്മളിത് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലൂടെ ഒരു ചെറിയ സ്റ്റിച്ച് വരും. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഈ ചവിട്ടിന്റെ വീതിക്ക്, കറക്റ്റ് ചവിട്ടിന്റെ വീതിക്ക് ഇത് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടിയിലെ പീസ് പിന്നെ ചാടി പോകരുത്. അത് ആ സ്റ്റിച്ചിന്റെ ഉള്ളിൽ തന്നെ കുടുങ്ങണം. അതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് അതിന്റെ മുകളിലൂടെ തന്നെ വരണം. ഓക്കെ, നമുക്കിത് അടിച്ചെടുക്കാം. അടിയിലെ ഈ തുമ്പില്ലേ, ഇത് ഇങ്ങോട്ട് വരണം, സ്ലീവിലോട്ട്. സോറി, അടിയിലെ തുമ്പ് സ്ലീവിലോട്ടല്ല, ബോഡിയിലോട്ട് വരണം. ഇതാ നമ്മള്
ഈ ഷർട്ടിന്റെ ബോഡിയിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. എന്താ ഇനി നമ്മൾ ഇതിന്റെ സൈഡ് അടിക്കുന്നതും കൂടി ഇന്ന് കാണാം നമുക്ക്. അപ്പോൾ സൈഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ട് പീസ് അടിയിൽ, അതിന്റെ മുകളിൽ കറക്റ്റ് ബാക്ക് പീസ്, നല്ല ഭാഗത്തൂടെയാണ് അടിക്കുക രണ്ടും. അപ്പം ഇതുണ്ടോ, ഇതേ ഒരു ഡിഫറൻസ്, ഒരു 4 ഇഞ്ച് പോയിന്റ് ഡിഫറൻസിലാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഫ്രണ്ട് പീസ് ഈ 4 ഇഞ്ച് പോയിന്റും വീതി ബാക്ക് പീസിന് മുകളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ തെല്ലിനെ സ്ലീവ് അടിച്ച പോലെ തന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുണ്ട്, ഈ സ്ലീവിന്റെ ഈ റിഗാളിന്റെ ഈ 2 ജോയിന്റ് ഇത് കറക്റ്റ് വെക്കണം. ഈ പോയിന്റ് കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ച് ഇതാ അവിടെ മടക്കി സ്ട്രൈറ്റ് ആയിട്ട് ഒരൊറ്റ സ്റ്റിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതാ ഫ്രണ്ട് പീസ് നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, സ്റ്റിച്ച് ഇങ്ങോട്ട് മറിച്ചിട്ട് ഈ തെല്ലിന് ഈ തെല്ലിന് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ സൈഡ് സ്റ്റിച്ചും പൂർണ്ണമാവും. ഈ ഷർട്ട് സ്റ്റിച്ചിങ്ങിന് പല മെത്തേഡ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്നാൽ ഒരു ഫോർമൽ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വിധമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സൈഡ് സ്റ്റിച്ച് ഒന്നും എടുത്തില്ല, നമ്മൾ ജസ്റ്റ് ഉള്ളിലൂടെ അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇത് നിങ്ങൾ മാക്സിമം ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയണേ. കണ്ടോ, നമ്മൾ സൈഡും അടിച്ചിട്ടുണ്ട്. ഒരു ഷർട്ടിന്റെ ആകൃതിയിലേക്ക് എത്തി നമ്മളെ കട്ടിങ്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിൽ കഫ് അറ്റാച്ച് ചെയ്യുന്നതും, അടുത്ത അധ്യായത്തിൽ നമുക്ക് കോളറും കഫും എങ്ങനെ അടിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ഷിഹാബ് എരണിക്കൽ സൈനിങ് ഓഫ് ടെക് ടൈലർ.